നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കച്ചേരിത്താഴത്ത് KSEB എടുത്ത കുഴി ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. കുഴി പൂർണ്ണമായും നികത്താത്തതും ടാറിംഗ് നടത്താത്തതുമാണ് അപകടങ്ങൾക്ക് കാരണം. അമൃത് പദ്ധതിയുടെ ഭാഗമായി ടാറിംഗ് പൊളിച്ചു മാറ്റി. നാളുകൾ കഴിഞ്ഞിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ല. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച നഗരസഭാ കൗൺസിലർമാർ. ആരക്കുഴ റോഡും വള്ളക്കാലിൽ റോഡുമാണ് തകർന്നു കിടക്കുന്നത്. CPI മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ സമ്മേളനം സംഘാടക സമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ ഇബ്രഹാം. ഏപ്രിൽ 25, 26, 27 തീയതികളിലാണ് സമ്മേളനം. കേരള NGO യൂണിയൻ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി മൂവാറ്റുപുഴ ബ്ലോക്ക്. ഒടച്ചിറ തെങ്ങനാം കുടിത്താഴം തോട് കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് സംരക്ഷിക്കുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ പദ്ധതിക്ക് തുടക്കമിട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അവകാശ നിഷേധത്തിനെതിരെ ട്രഷറികൾക്ക് മുന്നിൽ ധർണ നടത്തി. വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ആലിസ് കറിയ ഉദ്ഘാടനം ചെയ്തു. പായപ്പട പഞ്ചായത്തിന് പുതിയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകന്യ അനീഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. കച്ചേരിത്താഴത്ത് KSEB എടുത്ത കുഴി ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. കുഴി പൂർണ്ണമായും നികത്താത്തതും ടാറിംഗ് നടത്താത്തതുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം പാലത്തിന് സമീപം KSEB കുഴിച്ച കുഴി ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും കുഴി പൂർണ്ണമായും മൂടാനും ടാറിംഗ് നടത്താനും തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം പാലത്തിന് സമീപം കൂറ്റൻ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുകയും റിംഗ് മെയിൻ യൂണിറ്റ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. KSEB ഭൂഗർഭ കേബിളുകൾ സ്ഥാപിക്കുന്നതിന്റെ ജോലികളും ഇവിടെ കേന്ദ്രീകരിച്ചാണ് നടന്നത്. ഇതിന്റെ ഭാഗമായാണ് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെ പൊളിച്ച് കുഴിയെടുത്തത്. എന്നാൽ അശാസ്ത്രീയമായാണ് കുഴി മൂടിയിരിക്കുന്നത്. പൂർണ്ണമായും കുഴി മൂടാത്തതും ടാർ ചെയ്യാത്തതും നഗരത്തിൽ ഗതാഗത കുരുക്കിനും അപകടങ്ങൾ വർദ്ധിക്കാനും കാരണമായിരിക്കുകയാണ്. ശാസ്ത്രീയമായ രീതിയിൽ കുഴി മൂടി ടാർ ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്കും മറ്റും കാരണമാകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർമാർ. അമൃത് പദ്ധതിയുടെ ഭാഗമായി അറ്റകുറ്റപ്പണികൾ നടത്തിയ ആരക്കുഴ റോഡും വള്ളക്കാലിൽ റോഡും സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം സംഘടിപ്പിച്ചത്. അമൃത് പദ്ധതിയുടെ ഭാഗമായി ടാറിംഗ് പൊളിച്ചു മാറ്റിയ വള്ളക്കാലിൽ റോഡിലും ആരക്കുഴ റോഡിലും അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർമാരായ ജോസ് കുര്യാക്കോസ് കണ്ണാത്തുകുഴിയും ജിനു ആന്റണി മടേക്കലും ചേർന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. മഴ വന്നാൽ എന്തായാലും സംഭവിക്കണമെന്ന് എനിക്കറിയാം. നമുക്കിപ്പോൾ 2 ഭാഗമുള്ളൂ. ഇതിപ്പോൾ നിലവിൽ പക്ഷേ മാർക്ക് ചെയ്യാൻ പറ്റും. എന്താണ് എൻ്റെ അവസ്ഥ നമുക്കറിയാൻ പറ്റുന്ന വളരെ അറിയാം. ഈ ടൗൺ മൊത്തം പോകാണ്. ബൈപ്പാസ് ഉപയോഗിക്കുന്ന പോകാണ്. എൻ്റെ അവസ്ഥ വളരെ മോശം. ഉത്തരം കിട്ടാൻ വേണ്ടിട്ട് 3 മാസത്തിനുള്ള ഈ ഉത്തരം കിട്ടാൻ വേണ്ടിട്ട് പോകുന്നത് സർക്കാരിന് അറിയാൻ പോലെ മുനിസിപ്പാലിറ്റിയിൽ അംഗതാണ് പഞ്ചായത്തിന്റെ ഒരു വിവരമില്ല. അറിയാൻ പാടില്ല. അതാണ് നമ്മളോട് കാര്യം ചെയ്യാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആ പൈസ എടുത്ത് മറിച്ചു. അല്ല അങ്ങനെ എടുക്കാം. എന്നാ പിന്നെ എന്തുകൊണ്ട് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരുടെ ഇത് കാര്യം ആ പൈസ പറഞ്ഞില്ല. സർക്കാരിന് അറിയാലോ കേരളത്തിൽ 87 മുനിസിപ്പാലിറ്റി ഉണ്ട്. 87 മുനിസിപ്പാലിറ്റിയും 6 കോർപ്പറേഷനും കേരളത്തിലുണ്ട്. ഇവിടെ എല്ലാം നടക്കുന്നത് അമൃത് പദ്ധതിയും ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ നടക്കുന്നത് ജലജീവ മിഷനുമാണ്. അപ്പൊ അതുപോലും അറിയാൻ പാടില്ലാത്ത ഒരു പൊതുമരാമത്ത് മന്ത്രി ആണെന്നാണ് അത് പറഞ്ഞത്. എനിക്ക് അറിയാൻ കൊള്ളാത്തോണ്ടിരിക്കുക. വാട്ടർ അതോറിറ്റി ആരക്കുഴ റോഡിലെയും വള്ളക്കാലിൽ റോഡിലെയും ടാറിംഗ് പൊളിച്ചു മാറ്റിയത്. എന്നാൽ വാട്ടർ അതോറിറ്റി സമയബന്ധിതമായി പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തീകരിച്ചെങ്കിലും നാളുകൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ PWD അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ശബരിമല തീർത്ഥാടകരും തൊടുപുഴ കൂത്താടുകുളം ഭാഗങ്ങളിലേക്ക് പോകുന്നവരും പ്രധാനമായും ഉപയോഗിക്കുന്ന ആരക്കുഴ റോഡും നഗരവികസന പ്രവർത്തനം നടക്കുന്നതിനാൽ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കുന്ന വള്ളക്കാലിൽ റോഡുമാണ് നാളുകളായി സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്നത്. റോഡിന്റെ പുനർനിർമ്മാണത്തിനായി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ തിരക്കേറിയ റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതെ PWD അധികൃതർ അനാസ്ഥ തുടരുകയാണെന്ന് നഗരസഭാ കൗൺസിലർ ജിനു ആന്റണി പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയിലെ PWD റോഡുകളായ വള്ളക്കാലി റോഡും ആരക്കുഴ റോഡും അമൃത പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി കുത്തിപ്പൊളിച്ചിട്ട്
നന്നാക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർമാരായ പ്രിയപ്പെട്ട ജോസ് കുര്യാക്കോസും എളിയവനായ ഞാനും കൂടി PWD എക്സിക്യൂട്ടീവിനെ കണ്ട് ഉപരോധിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ കൊണ്ട് 38 ലക്ഷം രൂപ അടച്ചതിന് ശേഷം മാത്രമാണ് ഇവർ അനുവാദം കൊടുത്തത്. അതിനുശേഷം ടെൻഡർ ചെയ്ത് ഈ വർക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യമായ ഈ റോഡുകൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഉടൻ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് കണ്ണാത്തുകുടി പറഞ്ഞു. വളരെയധികം ബുദ്ധിമുട്ടോടു കൂടിയാണ് അവിടെയുള്ള ജനങ്ങൾ. ആരക്കുഴ റോഡ് ഉപയോഗിക്കുന്നവർ നമുക്കറിയാം. ഇവിടുന്ന് ശബരിമല, കൂത്താട്ടുകുളം, ശബരിമല, തൊടുപുഴ അടക്കമുള്ള സകലമാന ഏരിയയിലേക്കും പോകുന്ന വണ്ടികൾ ആ വഴിയാണ്, ആരക്കുഴ റോഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ MC റോഡിന് ഇപ്പൊ നമ്മുടെ മൂവാറ്റുപുഴ നഗരവികസനം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു പാരലൽ ബൈപ്പാസ് പോലെ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് വള്ളക്കാലി റോഡ്. ഈ വള്ളക്കാലി റോഡ് ടാർ ചെയ്തിട്ട് വളരെ 3-4 മാസം കഴിയുമ്പോൾ തന്നെ ഇത് കുത്തിപ്പൊളിക്കുകയും, ഈ കുത്തിപ്പൊളിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു മെറ്റൽ കഷ്ണമോ ഒരു സിമെന്റ് ചാക്കോ ഇറക്കാൻ ഈ PWDക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. PWDക്ക് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ കേരള വാട്ടർ അതോറിറ്റി സാമ്പത്തികമായിട്ടുള്ള എല്ലാ ക്ലോസുകളും ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ പൈസയും PWDക്ക് കെട്ടിവെച്ചതാണ്. എന്നിട്ടും നാളിതുവരെ ഇതൊന്ന് ടാർ ചെയ്യാനോ അതിന്റെ ഒരു പുനർനിർമ്മിതിയിലേക്ക് കടക്കാനോ PWDക്ക് ആയിട്ടില്ല. ഇതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ PWD ഉദ്യോഗസ്ഥർ പറയുന്നത് കേരളത്തിലെ ജലജീവൻ മിഷനുള്ള പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇതിന്റെ പൈസയ്ക്കുള്ള അല്ലെങ്കിൽ റീടാർ ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിട്ടുള്ളതെന്നും, എന്നാൽ അമൃത് പദ്ധതി നടക്കുന്ന കേരളത്തിലെ 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനും അടങ്ങുന്ന ഒരിടത്തും ഇതിന് വർക്ക് അമൃത് പദ്ധതി റീടാർ ചെയ്യാനുള്ള പൈസയല്ല ഓർഡർ കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിലുപരി വേറെ ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇന്നിപ്പോ ഇവിടുത്തെ ബഹുമാനായ വളരെ കർമ്മനിരതനായ വ്യക്തിയാണ്, ഒരു പ്രശ്നവും ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി, ഇന്നോ നാളെ 2 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ടൊരു ഉത്തരം ഞങ്ങൾക്ക് ഈ ഒരു ജിയോയെ പറ്റി പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ ഒരു സമരം അവസാനിപ്പിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു 10 ദിവസം, ഒരു 4 അല്ലെങ്കിൽ 5, നമുക്കറിയാം മെയ് മാസം വരുന്നു, ഒരു 5-10 ദിവസത്തിനുള്ളിൽ ഇതിനൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ വള്ളക്കാലിൽ റോഡ് ഉപയോഗിക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയിലെ എല്ലാ വാർഡ് മെമ്പർമാരും, മാറാടി പഞ്ചായത്തിലെ മെമ്പർമാരും, ആരക്കുഴ റോഡ് ഉപയോഗിക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയിലെ മെമ്പർമാരും, ആരക്കുഴ പഞ്ചായത്ത്, മാറാടി പഞ്ചായത്ത്, പാലക്കുഴ പഞ്ചായത്ത്, കൂത്താട്ടുകുളം നഗരസഭ, ഇതിലുള്ള എല്ലാ മെമ്പർമാരും അടക്കം ഞങ്ങൾ ഇവിടെ സമരം ശക്തമാക്കും. അതിനുശേഷം പൊതുജനങ്ങളിലേക്ക് ഇതെത്തും. ഈ സമരം പൊതുജനങ്ങൾ കൂടി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ PWD ഓഫീസ് സ്തംഭിപ്പിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നപരിഹാരം കണ്ടെത്താമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് കൌൺസിലർമാർ ഉപരോധം അവസാനിപ്പിച്ചത്. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഏപ്രിൽ 25, 26, 27 തീയതികളിലായി മൂവാറ്റുപുഴയിൽ നടക്കുന്ന CPI മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ ഇബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജോർജ് വെട്ടിക്കുടി അധ്യക്ഷത വഹിച്ചു. കേരള NGO യൂണിയൻ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരത്തിലെ വാഴപ്പടിയിൽ സിവിൽ സ്റ്റേഷന് സമീപം 14 സെന്റ് സ്ഥലത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന കെട്ടിടം നവീകരിച്ചാണ് ഓഫീസ് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പരിസ്ഥിതി ഭൂസംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷം പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. വാളകം പഞ്ചായത്തിൽ 4-ാം വാർഡിലെ ഒറച്ചിറ തെങ്ങിനാംകുടിത്താഴം തോട് കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് സംരക്ഷിക്കുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ തുടക്കമിട്ടു. അവകാശ നിഷേധത്തിനെതിരെ ട്രഷറികൾക്ക് മുന്നിൽ ധർണ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസം അനുവദിക്കുക, 2021 ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മെഡിസ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSP മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ജില്ലാ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ആലീസ് കറിയ ധർണ ഉദ്ഘാടനം ചെയ്തു. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. പായിപ്പട പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി 21-ാം വാർഡംഗം സുകന്യ അനീഷിനെ തെരഞ്ഞെടുത്തു. LDFന്റെ കൈവശമായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി 10-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചതോടെ LDFന് ഭൂരിപക്ഷം നഷ്ടമാകുകയും
തുടർന്ന് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന CPM അംഗം ഷാജിദ മുഹമ്മദ് അലി പുറത്താവുകയുമായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. LDF അംഗങ്ങൾ വിട്ടു നിന്നതിനാൽ സുകന്യ അനീഷിനെ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പുളിന്താനം കോച്ചേരിയിൽ KT ജോസഫ് 68 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11-ന് പടമ്പഞ്ചേരി സെന്റ് സ്റ്റീഫൻസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ നടത്തപ്പെട്ടു. ഭാര്യ ചെറുകര തടപ്പൽ കുടുംബാംഗം ചിന്നമ്മ, മകൻ അഖിൽ, മരുമകൾ ആൻമരിയ. ഡെയിൻസ് യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ്, 1 വേ ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.